ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അച്ഛൻ നാളെ വരും. അപ്പം ഞാൻ എൻ്റെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്കിപ്പോൾ കാർഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ കാർഡാണ് കൊടുക്കുന്നത്. അപ്പം എന്ത് കാർഡെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടി കൊടുക്കാം, അച്ഛന് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയില്ല. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാം, അനിയത്തിക്ക്, അനിയന്, ചേച്ചിക്ക്, ചേട്ടന്, അമ്മയ്ക്ക്, അച്ഛന്, അങ്ങനെ അമ്മൂമ്മയ്ക്ക്, അപ്പൂപ്പന് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പം കമോൺ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കിയത്. അടിപൊളി. അപ്പം സംഭവം നമുക്കൊരു ഓയിൽ പേസ്റ്റിൽ വേണം. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ചിറ്റ് പേപ്പറാണ് എടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചിറ്റ് പേപ്പറിനകത്ത് ഞാൻ കാണിക്കുന്ന പോലെ വരയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ അച്ഛനായതുകൊണ്ട് ഹാർട്ടാണ് കേസ് വരയ്ക്കുന്നത്. നമുക്കിനി ഹാർട്ട് വരയ്ക്കാം. വേണ്ട ഉച്ചക്കുട്ടി 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 ഉച്ചക്കുട്ടി. അപ്പം ഈ പേപ്പർ എടുത്തിട്ട് ഹാർഡിൻ്റെ അച്ഛനായതുകൊണ്ടാണ് ഹാർട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഹാർട്ട് വരച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഹാർട്ടിനകത്ത് വരയ്ക്കരുത്. വേറൊരു പേപ്പറിനകത്ത് ഹാർട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഈ പേപ്പറിനകത്ത് തന്നെ ഹാർട്ട് വരയ്ക്കുക. നമ്മൾ വേറൊരു പേപ്പറിനകത്തൊരു ഹാർട്ട് വരച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ പേപ്പറാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പറിൽ തന്നെ ഹാർട്ട് വരയ്ക്കാം. ഈ വേറൊരു പേപ്പറിൽ ഇതിനകത്തൊരു ഹാർട്ട് വരച്ച് അതിനകത്ത് എന്തെങ്കിലും മെസ്സേജ് എഴുതി കൊടുക്കാം. അതിന് തന്നെ പൊട്ടത്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ. ഓക്കെ, കട്ടിങ് നോ കട്ടിങ് ഒന്നും വേണ്ട. ഇനി ഇത് അകത്ത് എഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് മാത്രം നിങ്ങൾ എന്താ പറയുക, സ്കെച്ച് പെൻ കൊണ്ടോ എന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഇത് പെൻസിലിൻ്റെ റൈറ്റിങ്സ് ഒക്കെ കാണും. ഇതുകൊണ്ട് തുടയ്ക്കാം. എനിക്ക് ഇഷ്ടമുള്ള പേർപ്പിളാണ്. അപ്പോൾ പേർപ്പിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ തേഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേനയുടെ വർത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് തുടച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പേനയുടെ റേറ്റിങ്സ് കൂടെ പതുക്കെ പോകുന്നു കേട്ടോണേ. ഉറക്കെ പറ. അവൾ പറഞ്ഞത് അടുത്ത് നമുക്ക് തെർമോക്കോൾ പരിപാടിയാണ് ഗൈസ്. അപ്പം എൻ്റെ പേപ്പർ, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പറും ഒക്കെ എടുത്ത് വയ്ക്കുക. കിട്ടി. ഓക്കെ. ഇപ്പോൾ ഉപയോഗിച്ച റബ്ബറിന് നല്ല സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റബ്ബർ. ഇനി നമ്മൾക്ക് കുറച്ച് ഈ മഷ്റൂംസ് ഓർമ്മയുണ്ടോ? ഇത് നിങ്ങൾക്ക് പേപ്പർ കൊണ്ടും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് പേപ്പറിൻ്റെ ചട്ട കൊണ്ടും ചെയ്യാം, ഗ്ലൂഗണ്ണില്ലാത്തവർക്ക്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ പുറത്ത് ഫേവറേറ്റ് കളർ അടിച്ചു കൊടുക്കുക. ലൈറ്റ് കളേഴ്സ് അടിച്ചു കൊടുക്കാൻ പാടില്ല. ഓയിൽ പാസ്റ്റൽസ് കൊണ്ടേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓയിൽ പേസ്റ്റൽ അച്ഛന് ബ്ലൂ കളറാണ് ഇഷ്ടം, അപ്പോൾ നമുക്ക് ബ്ലൂ കൊടുക്കാം. നോക്കിയപ്പോഴത്തേക്ക് ഇത് ബ്ലൂ ആയിട്ടുണ്ട്. അത് റൈറ്റിങ്ങിന് ബ്ലൂ ഇങ്ക് കൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ബ്ലാക്ക് ആക്കി മാറ്റാം. ചെയ്തിട്ട് നമുക്ക് ഇനി കളർ അടിക്കാം. ആ റൈറ്റിങ്സ് കാണരുത്, അതേപോലെ ചെയ്ത് കൊടുക്കുക. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ. സ്റ്റാർ തലയും പറ്റും. ഞാൻ ബ്ലാക്കിങ് കൊണ്ട് എഴുതണ്ടായിരുന്നു ഇപ്പം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. ഇത് കാണുന്നുണ്ട് റൈറ്റിങ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഡാർക്ക് ബ്ലൂ കൊണ്ടുവന്നു തുടങ്ങി. അപ്പം ഡാർക്ക് ബ്ലൂ ഞാൻ ഓയിൽ പേസ്റ്റൽസ് എടുക്കാൻ മറന്നു പോകരുത്. ഓയിൽ പേസ്റ്റൽസ് കൊണ്ടടിച്ചാലേ നമ്മൾക്കിത് ഇത് ഞാൻ പറയാൻ പറഞ്ഞു. ഈ കോയിൻ കൊണ്ട് ഉരയ്ക്കുമ്പം റൈറ്റിങ്സ് കാണുന്ന പോലെയാണ്. ഈ സ്ക്രാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെയാണ് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അത് നിങ്ങളോടുള്ള അവളാണ് അവളുടെ. ശരി, കണ്ടു. കാണിച്ചിരുന്നതാണ് ഇത് പഠിച്ചത്. എൻ്റെ താഴെ അടിച്ചതുകൊണ്ട് മൊത്തം കാണുന്നില്ലേ. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മൊത്തം കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓയിൽ പേസ്റ്റൽസിൻ്റെ ഈ ഒരു ബ്ലൂ ഉണ്ടല്ലോ, എന്താ ഇതിൻ്റെ പറയുക, ഡീപ്പ് ബ്ലൂ ഉണ്ടല്ലോ. ആ ഡീപ്പ് ബ്ലൂ ആദ്യം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ ഡാർക്കായിട്ട് അടിക്കുക. പിന്നെ റൈറ്റിങ്സ് നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ മൊത്തം കളർ അടിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആകുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ സർപ്രൈസ് ലെറ്റേഴ്സൊക്കെ സർപ്രൈസ് ആക്കി തന്നെ കൊടുക്കണ്ടേ. അല്ല,
സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണ്ടേ, സർപ്രൈസ് ആയിട്ട് ലെറ്റർ തന്നെ കൊടുക്കണ്ടേ. എനിക്കെന്നെ മനസ്സിലായില്ല, കുഴപ്പമില്ല. വെളിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. എൻ്റെ അച്ഛൻ്റെ ഇഷ്ടമുള്ള കളർ ബ്ലൂ. നമുക്ക് ബ്ലൂ അടിച്ചു കൊടുക്കാം. ഇതാണ് അവൾ പറഞ്ഞത്. ഗൈസ്, അപ്പം ഞാൻ കൊടുത്ത ഡിസൈൻ ഇതാണ്. ഇത്രയും കൊടുക്കുന്നുള്ളൂ. അതിനിപ്പോൾ വരയ്ക്കുമ്പോൾ വരുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അതിന് നമ്മൊരു കോയിൻ കൂടെ വെച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ സേവിങ്സിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ അനിയത്തിയോടോ സിസ്റ്റേഴ്സിനോടോ ബ്രദേഴ്സിനോടോ ചോദിച്ചിട്ടെടുക്കുക. ഞാൻ അബുവിനോട് ചോദിക്കാൻ പോയപ്പോഴത്തേക്കും അച്ഛൻ എനിക്ക് കൊണ്ട് തന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. കൊടുക്കണ്ട അപ്പം എനിക്ക് തോന്നിയുള്ളൂ അടികൂടാനുള്ള സംഭവമായിട്ടാണോ ആണെന്ന് തോന്നി. ഇനി നമ്മൾക്ക് മനസ്സിലാവണോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പതുക്കെ വരച്ചു കൊടുക്കണം. അടിയിൽ ബ്ലൂ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് സക്സസ് ആവില്ല. ഞാൻ നോക്കട്ടെ. സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയ സ്ഥിതിക്ക് നമ്മൾക്ക് ഇനി ഒന്നുകൂടെ കളർ അടിക്കാം. ചുമ്മാ പറഞ്ഞാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ഉത്തരാമേഷ് ആൻഡ് signing off.